ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഒരു പുതിയ വർഷം നല്ലൊരു തുടക്കം ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ക്ലാസ്സിൽ എല്ലാ ദിവസവും തന്നെ പുതിയ പുതിയ മെമ്പേഴ്സ് ആഡ് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. വളരെ സന്തോഷം. എല്ലാവരും നമ്മളെ ഫാമിലിയിലേക്ക് ആഡ് ആവുക, നമ്മളൊപ്പം നിൽക്കുക, അതുപോലെ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് മുന്നേറി എത്തി വിജയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ന്യൂ എസ് ആർ ടി സീരീസിൻ്റെ ക്ലാസ്സസ് ആണ്. അതായത് പുതിയ എസ് സി ആർ ടിയിൽ വന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ നമ്മളിവിടെ പഠിച്ചു പോകുന്നതായിരിക്കും. എല്ലാ ദിവസവും ക്ലാസ്സസ് ഉണ്ട്. സൺഡേയ്സ് മാത്രമേ ക്ലാസ്സസ് ന്യൂ എസ് സി ആർ ടിയുടേത് ഇല്ലാത്തതായിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ന്യൂ എസ് ആർ ടി ക്ലാസ്സസ് ഉണ്ട്. കൃത്യമായിട്ട് നമ്മൾ സിലബസ് അനുസരിച്ചാണ് പോകുന്നത്. ഇപ്പോൾ ഹിസ്റ്ററി ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആയി. ഇന്നിതായിപ്പോൾ ജോഗ്രഫിയും കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സസ് കണ്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വലിയ ബാധ്യതയൊന്നും ഇല്ലാതെ ന്യൂ എസ് ആർ ടി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഒറ്റ പ്രാവശ്യം ഇരുന്ന് പഠിക്കുമ്പോഴല്ലേ ഇത് മുഴുവൻ പഠിച്ചു തീർക്കാനായിട്ട് അയ്യോ ഒത്തിരി ഉണ്ടല്ലോ എന്ന് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു തോന്നൽ ഒഴിവാക്കാനായിട്ട് കുറച്ചായിട്ട് നമുക്ക് എല്ലാ ദിവസവും പഠിച്ചു പോകാം. ഒത്തിരി ഒന്നും ഡ്യൂറേഷൻ ഒന്നും ക്ലാസ്സിന് വരുന്നില്ല. ചെറിയ രീതിയിലുള്ള ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ കണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ പുതിയതായി വന്ന കുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഏത് ക്ലാസ് ആണ് നാളെ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ അപ്ഡേഷൻസ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു ചാനലിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാസ്സിൻ്റെ അപ്ഡേഷൻസ്, അതുപോലെ മിസ്സ് നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചാനലിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ ആപ്പിനെ കുറിച്ച് കൂടി പറയാണ്. ആപ്പ് ലോഞ്ചായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ നമ്മൾ ന്യൂ എസ് സി ആർ ടിയും കൂടെ ആഡ് ഓൺ ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മൾ ന്യൂ എസ് സി ആർ ടി ക്ലാസ്സസ് യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട്. ന്യൂ എസ് സി ആർ ടിയുടെ നോട്ട്സ് നമ്മൾ ആപ്പിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ആ നോട്ട്സിനോടൊപ്പം തന്നെ നമ്മൾ ഓഡിയോ ബുക്കും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോഞ്ച് ആയിട്ടില്ല, ആവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഏറെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആപ്പ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചാറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് മിസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഒരു ചാറ്റ് ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ആഡ് ഓൺ, അപ്പം നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ആഡായിട്ട് അതിനകത്ത് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത്തരത്തിൽ ന്യൂ എസ് ആർ ടിയുടെ ക്ലാസ്സസും ഹോട്ട് ടോപ്പിക്സിൻ്റെ ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് കണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പം മാക്സിമം ക്ലാസ്സസ് യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്രയും വേഗം എത്തുക. ഓക്കെ, ഇന്ന് നമ്മൾ ജോഗ്രഫി സെഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. നമ്മുടെ ന്യൂ എസ് ആർ ടി സീരീസിലെ അവസാനത്തെ ജോഗ്രഫി ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 2 ഭാഗം 1 വരുന്ന 3ാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പാർട്ടുകളിലായിട്ട് പൂർത്തിയാക്കി വന്നുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഇന്ന് നമ്മൾ പൂർത്തിയാക്കാനായിട്ട് പോവുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്ന ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ ആദ്യത്തെ 2 പാർട്ടിലായിട്ട് നമ്മൾ എന്താ പഠിച്ചത്? കാലാവസ്ഥാ മേഖലയെക്കുറിച്ച്, ഏത് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല, ടണ്ട്ര കാലാവസ്ഥാ മേഖലയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ച്, അവിടുത്തെ സവിശേഷതകളെക്കുറിച്ച്, അതുപോലെ ജന്തുജാലങ്ങളെക്കുറിച്ച്, അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ ആ 2 മേഖലകളെക്കുറിച്ച് നമ്മൾ പഠിച്ച് വന്നു. ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ആർട്ടിക് പര്യവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖലയായി കരുതപ്പെടുന്ന ലോങ് ഇയർബൻ പട്ടണം സന്ദർശിച്ച ഒരു സഞ്ചാരിയുടെ അനുഭവക്കുറിപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കതൊന്ന് വായിക്കാം. ലോകത്തിലെ ഏറ്റവും വടക്കുള്ള പട്ടണം കാണണമെന്നുള്ള ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു. നോർവേയുടെ വടക്ക് ആർട്ടിക് കടലിൽ സ്ഥിതി ചെയ്യുന്ന സ്വാൽബാർഡ് ദ്വീപ സമൂഹത്തിലെ ലോങ് ഇയർബൻ എന്ന പട്ടണത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. നോർവേയുടെ ഭാഗമാണ് വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന സ്വാൽബാർഡ് എന്ന ഈ ദ്വീപ സമൂഹം. 1000-ലധികം ജനങ്ങൾ വസിക്കുന്ന ഈ ഖനന പട്ടണത്തെയാണ് ലോകത്തിലെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖലയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടുത്തെ സാഹചര്യങ്ങളും മനുഷ്യജീവിതവും ഏവരിലും അതിശയവും കൗതുകവും ജനിപ്പിക്കും. ഭൂമധ്യരേഖാ പ്രദേശത്തു നിന്നുള്ള എന്നെ പോലൊരു വ്യക്തി എത്ര അത്ഭുതത്തോടെയാണ് ഈ പട്ടണത്തിലെ സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഞാനിവിടെ എത്തിയ ദിവസം ശക്തമായ ഹിമപാതമുണ്ടായിരുന്നു. എല്ലാ വർഷവും നവംബർ പകുതി മുതൽ ജനുവരി വരെ ഈ പട്ടണം പൂർണ്ണമായും ഇരുട്ടിലാകുന്നു.
ധ്രുവരാത്രി എന്ന് വിളിക്കുന്ന ഈ കാലയളവിൽ ഇവിടെയുള്ളവർക്ക് അവരുടെ ജീവിത രീതികൾ പുനഃക്രമീകരിക്കേണ്ടതായി വരുന്നു. രാവിലെ ജോലിക്കായി പുറത്തേക്ക് പോകുമ്പോൾ രോമക്കുപ്പായങ്ങൾക്ക് പുറമെ ഇരുട്ടിൽ തിരിച്ചറിയാനാകുന്ന റിഫ്ലക്ടർ ഘടിപ്പിച്ച വസ്ത്രങ്ങൾ കൂടി ധരിക്കാറുണ്ടത്രേ. ഇവിടെ നിന്നും നമുക്ക് കാണാനാകുന്ന ഒരു അത്ഭുതമാണ് ധ്രുവദീപ്തി. ഇതാണ് ധ്രുവദീപ്തി, ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് ധ്രുവദീപ്തി. ബഹുവർണ്ണ നിറത്തിലുള്ള ആകാശവും അതിന്റെ ചുവട്ടിൽ അതേ നിറങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന മഞ്ഞുമലകളും ഒരുക്കിയ ദൃശ്യഭംഗി കണ്ട് ഞാനെല്ലാം മറന്നു നിന്നുപോയി. അപ്പോൾ ഈ ഒരു യാത്രാക്കുറിപ്പിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്? നോർവേയുടെ ഭാഗമായിട്ടുള്ള സ്വാൽബാർഡ് വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശമാണ്. 1000-ലധികം ജനങ്ങൾ വസിക്കുന്ന ഈ ഖനന പട്ടണത്തെയാണ് ലോകത്തിന്റെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖലയായി കണക്കാക്കുന്നത്. നവംബർ പകുതി മുതൽ ജനുവരി വരെ പട്ടണം പൂർണ്ണമായും ഇരുട്ടിലാകുന്ന ധ്രുവരാത്രി എന്ന പ്രതിഭാസം ഇവിടെയുണ്ട്. ഇരുട്ടിൽ തിരിച്ചറിയാനാകുന്ന തരത്തിലുള്ള റിഫ്ലക്ടർ ഘടിപ്പിച്ച വസ്ത്രങ്ങൾ ധരിച്ചാണ് അവിടുത്തെ ജനങ്ങൾ അവരുടെ ജീവിത രീതി പുനഃക്രമീകരിച്ച് വരുന്നത്. ഇവിടുന്ന് കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രകൃതി പ്രതിഭാസം എന്നൊക്കെ പറയുന്ന, പ്രകൃതിയിൽ നമുക്ക് കാണുന്ന അത്ഭുതത്തെ ധ്രുവദീപ്തി എന്നും പറയുന്നു. ഓറോറ ബോറിയാലിസിസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ധ്രുവദീപ്തി. ഇനി ഇവിടെ ഈ ഒരു മാപ്പ് ശ്രദ്ധിക്കുക. ഇത് ടണ്ട്ര മേഖലയെ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു മാപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഈ ഒരു സൂചിക ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഐസ് ക്യാപ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗ്രീൻലാൻഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത്തരത്തിൽ മനസ്സിലാവുന്ന വിധത്തിൽ ഈ നൽകിയിട്ടുള്ളത് ഐസ് ക്യാപ്പാണ്. ഈ ഒരു മെറൂൺ കളറിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ടണ്ട്ര മേഖല. അപ്പോൾ ടണ്ട്ര മേഖലയെക്കുറിച്ച് വിശദമായിട്ടാണ് നമ്മളിനി ഇവിടെ നോക്കുന്നത്. ഇവിടെ നൽകിയിട്ടുള്ളത് ടണ്ട്ര മേഖലയിൽ വരുന്ന പ്രദേശങ്ങളും അവയുടെ വൻകരകൾ തിരിച്ചറിഞ്ഞ് എഴുതാനും വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഏതൊക്കെയാണ് ഇവിടെ ഉൾപ്പെടുന്നത്. ഒന്നാമത് സൈബീരിയ എവിടെയാ? ഏഷ്യയിലാണ് വരുന്നത് അല്ലേ, ഏഷ്യ. ഗ്രീൻലാൻഡിലേക്ക് നോക്കുമ്പോൾ ഗ്രീൻലാൻഡ് എവിടെയാ ഗ്രീൻലാൻഡ് വരുന്നത്? ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കയുടെ ഭാഗമാണ്, വടക്കേ അമേരിക്ക. ഐസ്ലാൻഡ് വരുന്നതോ? ഐസ്ലാൻഡ് പക്ഷേ യൂറോപ്പിലാണ്, യൂറോപ്പിൻ്റെ ഭാഗമാണ്. വടക്കൻ സ്കാൻഡിനേവിയ ഇതെവിടെയാണ് വരുന്നത്? വടക്കൻ സ്കാൻഡിനേവിയയും യൂറോപ്പിൻ്റെ ഭാഗമാണ്. ഇനി വടക്കൻ കാനഡ നോക്കുമ്പോൾ വടക്കൻ കാനഡ വടക്കേ അമേരിക്കയുടെ ഭാഗമാണ്. അലാസ്കയും വടക്കേ അമേരിക്കയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നീട് നമുക്ക് നോക്കിയാൽ ഈ ഒരു മാപ്പ് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ടൈഗ മേഖലയുടെ തൊട്ട് വടക്ക് ഭാഗത്തായിട്ടാണ് ഈ ഒരു ടണ്ട്ര മേഖല ഉള്ളത് അല്ലേ. നമ്മൾ ടൈഗ മേഖല പഠിച്ചതാണ്. അതിന് തൊട്ട് വടക്ക് ഭാഗത്തായിട്ടാണ് ടണ്ട്ര മേഖല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വടക്കേ അമേരിക്കയുടെയും യുറേഷ്യയുടെയും ആർട്ടിക് തീരങ്ങളിലും ഗ്രീൻലാൻഡിൻ്റെ തീരങ്ങളിലുമായിട്ട് ഈ ഒരു കാലാവസ്ഥാ മേഖല വ്യാപിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത്. വടക്കേ അമേരിക്കയുടെയും യുറേഷ്യയുടെയും ആർട്ടിക് തീരങ്ങളിലും ഗ്രീൻലാൻഡിൻ്റെ തീരങ്ങളിലുമായിട്ട് ഈ ഒരു ടണ്ട്ര മേഖല വ്യാപിച്ച് കിടക്കുന്നു. ഈ പറഞ്ഞ ടണ്ട്ര മേഖലയെ നമ്മൾ പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ആർട്ടിക് ടണ്ട്ര മേഖല എന്നും രണ്ടാമത് ആൽപൈൻ ടണ്ട്ര മേഖല എന്നും. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ടണ്ട്ര മേഖല തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് ആർട്ടിക് ടണ്ട്ര മേഖല, രണ്ട് ആൽപൈൻ ടണ്ട്ര മേഖല. അങ്ങനെ വേർതിരിക്കുന്ന സമയത്ത് ഏതൊക്കെ പ്രദേശങ്ങളാണ് ആർട്ടിക്കിൽ ഉൾപ്പെടുന്നത്, ഏതൊക്കെയാണ് ആൽപൈനിൽ ഉൾപ്പെടുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആർട്ടിക് ടണ്ട്ര മേഖലയിൽ അലാസ്ക, കാനഡ, സൈബീരിയ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സ്കാൻഡിനേവിയ എന്നിവിടങ്ങളിൽ ടൈഗ മേഖലയുടെ വടക്ക് ഭാഗത്താണ്. ആൽപൈൻ ടണ്ട്ര മേഖല എന്ന് പറയുന്നത് ഉയരമേറിയ പർവ്വത പ്രദേശങ്ങളാണ്. ഉയരമേറിയ പർവ്വത പ്രദേശങ്ങൾ ആൽപൈൻ ടണ്ട്ര മേഖലയുമാണ്. ഇങ്ങനെ രണ്ട് വിധത്തിലാണ് ടണ്ട്ര മേഖലയെ തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നൽകിയിട്ടുള്ളത് പോലെ ടണ്ട്ര മേഖലയുടെ മറ്റൊരു പേര് എന്താണ്? ടണ്ട്ര മേഖലയെ ആർട്ടിക് അഥവാ ധ്രുവീയ കാലാവസ്ഥാ മേഖല എന്നും വിളിക്കുന്നുണ്ട്. ടണ്ട്ര കാലാവസ്ഥാ മേഖലയെ ആർട്ടിക് കാലാവസ്ഥാ മേഖല അഥവാ ധ്രുവീയ കാലാവസ്ഥാ മേഖല എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതകളെക്കുറിച്ച്, ടണ്ട്ര മേഖലയുടെ സവിശേഷതകളെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവും അനുഭവപ്പെടുന്ന മേഖലയാണ് ആർട്ടിക് അഥവാ ധ്രുവീയ കാലാവസ്ഥാ മേഖല. ഇവിടുത്തെ കാലാവസ്ഥാ സവിശേഷത എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. വളരെ കുറഞ്ഞ വാർഷിക ശരാശരി താപനില ടണ്ട്ര കാലാവസ്ഥയുടെ സവിശേഷതയാണ്. വളരെ കുറഞ്ഞ വാർഷിക ശരാശരി താപനിലയാണ് ഈ ഒരു മേഖലയിൽ അനുഭവപ്പെടുന്നത്. ശൈത്യകാലത്തിൻ്റെ മധ്യത്തിൽ താപനില -30
-30 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട് എന്നാണ് പറയുന്നത്. ശൈത്യകാലത്തിന്റെ മധ്യത്തിലോടടുക്കുമ്പോൾ താപനില -30 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നു പോകാറുണ്ട് ഈ ഒരു ടണ്ട്ര മേഖലയിൽ. ഈ കാലയളവിൽ ടണ്ട്ര മേഖലയുടെ ഉൾഭാഗങ്ങളിൽ താപനില ഇതിലും താഴെയാണ് അനുഭവപ്പെടുന്നത്. ടണ്ട്ര മേഖലയുടെ ഉൾഭാഗങ്ങളിൽ ശൈത്യകാലത്തിന്റെ മധ്യത്തോടടുക്കുന്ന സമയത്ത് ഇതിലും താഴെ -30 ഡിഗ്രിയിലും താഴെയായിട്ടാണ് മാറി കണ്ടിട്ടുള്ളത് എന്ന് പറയുന്നു. ഈ കാലയളവിലുള്ള ഏതാനും ചില ആഴ്ചകളിലാണ് താപനില 0 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തുന്നത്. ഈ കാലയളവിലുള്ള ഏതാനും ചില ആഴ്ചകളിലാണ് താപനില 0 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തുന്നത്. അപ്പം അത്രേ അവിടെ വരുന്നുള്ളൂ. ഹ്രസ്വമായിട്ടുള്ള താപനില മാത്രമാണ് അവിടെ അനുഭവപ്പെടുന്നത്. അതുപോലെ ആർട്ടിക് വൃത്തം മുതൽ ധ്രുവം വരെയുള്ള പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ അസ്തമിക്കാറില്ല. അതുപോലെ ചില പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ ഉദിക്കാറും ഇല്ല. അത്തരത്തിലുള്ള ഒരു പ്രതിഭാസമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു പ്രദേശത്തുള്ളത് ആർട്ടിക് വൃത്തം. ആർട്ടിക് വൃത്തം നമുക്കറിയാം. ആർട്ടിക് വൃത്തം മുതൽ ധ്രുവം വരെ, പോൾസ് വരെയുള്ള ഭാഗങ്ങളിൽ എന്താണ്, ചില പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ അസ്തമിക്കാറില്ല. അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ ഉദിക്കാറും ഇല്ല. നമ്മൾ നേരത്തെ യാത്രാക്കുറിപ്പ് വായിച്ചപ്പോൾ ധ്രുവരാത്രിയെക്കുറിച്ച് പറഞ്ഞില്ലേ, നീണ്ടു നിൽക്കുന്ന രാത്രിയെക്കുറിച്ച്. ആർട്ടിക് വൃത്തത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ലോങ് ഇയർബെൻ. അവിടെ ധ്രുവരാത്രി അനുഭവപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഇനി ആർട്ടിക് വൃത്തത്തിന് വടക്കുള്ള പ്രദേശങ്ങളിൽ ദീർഘമായ രാത്രികളും പകലുകളും അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ 23.5 ഡിഗ്രി ചരിഞ്ഞ് സൂര്യനെ പ്രദക്ഷിണം വെക്കുന്നത് കൊണ്ടാണ് ആർട്ടിക് വൃത്തത്തിന് വടക്കുള്ള പ്രദേശങ്ങളിൽ ദീർഘമായ രാത്രികളും പകലുകളും അനുഭവപ്പെടുന്നത്. ഇവിടെ നൽകിയിട്ടുണ്ട് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം. ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുന്ന ഏതാണ്ട് 6 മാസ കാലയളവിൽ ഉത്തരധ്രുവത്തിൽ പകലായിരിക്കും. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കുന്ന 6 മാസ കാലയളവിൽ ഉത്തരധ്രുവത്തിൽ പകൽ വെളിച്ചം കാണാനാകില്ല. ഇതാണ് ഈ ഒരു മേഖലയുടെ സവിശേഷത എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുന്ന ഏതാണ്ട് 6 മാസ കാലയളവിൽ ഉത്തരധ്രുവത്തിൽ പകലായിരിക്കും. എന്നാൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഉത്തരധ്രുവത്തിൽ എന്താണ്, സൂര്യന്റെ പ്രസൻസ് ഉണ്ടാവില്ല. പകൽ വെളിച്ചം 6 മാസക്കാലത്തോളം കാണാനേ കഴിയില്ല എന്നുള്ളതാണ്. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുന്നത് ഏതൊക്കെ മാസത്തിലാണ്? മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് കാരണം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം മാർച്ച് 21 ശേഷം ഉത്തരാർദ്ധഗോളത്തിലേക്ക് നീങ്ങുന്നു. ഇത് സെപ്റ്റംബർ 23 വരെ തുടരും. നമ്മളിത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കുന്നത് ഏതൊക്കെ മാസത്തിലാണ്? സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ. എങ്ങനെയാണ് വരുന്നത്? സെപ്റ്റംബർ 23 ശേഷം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് നീങ്ങുകയും ഇത് മാർച്ച് 21 വരെ നീളുകയും ചെയ്യുന്നു. അവിടെ തുടരുകയും ചെയ്തു. മാർച്ച് 21 വരെ തുടരുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഈ കാലയളവുകളിൽ ധ്രുവങ്ങളിൽ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്. സൂര്യന്റെ സ്ഥാനമനുസരിച്ച് ധ്രുവങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായ പകലും 6 മാസം തുടർച്ചയായ രാത്രിയും അനുഭവപ്പെടുന്നു എന്നാണ് നമ്മൾക്ക്. തുടർച്ചയായ രാത്രിയും അനുഭവപ്പെടുന്നു. അതായത് സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുമ്പോൾ ഉത്തരധ്രുവത്തിൽ 6 മാസം തുടർച്ചയായ പകലും ദക്ഷിണ ധ്രുവത്തിൽ 6 മാസം തുടർച്ചയായ രാത്രിയും ആയിരിക്കും. സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കുമ്പോൾ ദക്ഷിണ ധ്രുവത്തിൽ 6 മാസത്തെ തുടർച്ചയായ പകലും ഉത്തരധ്രുവത്തിൽ അതേസമയം 6 മാസം തുടർച്ചയായ രാത്രിയും ആയിരിക്കും അനുഭവപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ മേഖലയിൽ ശൈത്യകാലത്ത് വർഷണം നടക്കുന്നത്, വർഷണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർഷണത്തെക്കുറിച്ച് പറയുമ്പോൾ വർഷണം നടക്കുന്നത് മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലാണ് എന്നാണ് പറയുന്നത്. മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലാണ് ടണ്ട്ര പ്രദേശത്തെ വർഷണം. ചക്രവാതങ്ങൾ ശക്തമായ തീരപ്രദേശങ്ങളിൽ നിന്ന് കനത്ത മഴയും ഈ പ്രദേശത്ത് ലഭിക്കാറുണ്ട്.
അതുപോലെ ഈ ഒരു മേഖലയിൽ വീശുന്ന ശക്തിയേറിയ ഹിമക്കാറ്റുകളുടെ പേരാണ് ബ്ലിസാർഡ്സ് എന്നത്. ബ്ലിസാർഡ്സ് എന്നത് ടണ്ട്ര മേഖലയിൽ വീശുന്ന ശക്തിയേറിയ ഹിമക്കാറ്റുകളാണ്. ഇവ പലപ്പോഴും ശക്തിയായ ഹിമപാതത്തിന് കാരണമാകാറുണ്ട്. ഇവിടെ നൽകിയിട്ടുള്ളതാണ് ടണ്ട്ര പ്രദേശത്തെ ഹിമപാതം. അപ്പോൾ ശൈത്യകാലത്ത് വർഷണം മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലാണ് ടണ്ട്ര മേഖലയിലുള്ളത്. ഈ ഒരു പ്രദേശത്ത് ചക്രവാതങ്ങൾ ശക്തമായ തീരപ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കാറും ഉണ്ട്. ഈ മേഖലയിൽ വീശുന്ന ശക്തിയേറിയ ഹിമക്കാറ്റുകളുടെ പേരാണ് ബ്ലിസാർഡ് എന്നത്. ബ്ലിസാർഡ് ഇവ പലപ്പോഴും ഈ ഒരു ബ്ലിസാർഡ്സ് പലപ്പോഴും ശക്തിയായ ഹിമപാതത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ടണ്ട്ര മേഖലാ പ്രദേശത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള വർഷണം, അതുപോലെ ശരാശരി താപനില എന്നിവയാണ് നൽകിയിട്ടുള്ളത്. GC ലിയോങ്ങിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഡാറ്റയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മാസം, അതുപോലെ കൃത്യമായ രീതിയിലുള്ള വർഷണം, ശരാശരി താപനില നൽകിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഇവിടെ ഒരു ഡയഗ്രാമും നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ സൂചകങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച മാസം ഏതാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ വർഷണം ഓറഞ്ച് ബ്ലോക്കിലായിട്ടും ശരാശരി താപനില ബ്ലൂ ലൈനായിട്ടും നൽകിയിട്ടുണ്ട്. അപ്പോൾ വർഷണം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് ഏത് മാസമാണ്? ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ വർഷണം 55 മില്ലിമീറ്റർ വർഷണം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നൽകിയിട്ടുള്ളതിൽ വെച്ച് ഓഗസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ വർഷണം മഴ ലഭിച്ചിട്ടുള്ള മാസം. രണ്ടാമത്തേത് ഏറ്റവും കുറവ് മഴ ലഭിച്ചിട്ടുള്ള മാസം ഏതാണ്? ഏറ്റവും കുറവ് മഴ ഫെബ്രുവരിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫെബ്രുവരിയിൽ 13 മില്ലിമീറ്റർ ആണ് വർഷണം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കുറവ് മഴ ഫെബ്രുവരി. അടുത്തത് ഏറ്റവും കൂടുതൽ ശരാശരി താപനില രേഖപ്പെടുത്തിയ മാസം ഏതാണ് എന്നാണ്. ഏറ്റവും കൂടുതൽ ശരാശരി താപനില എവിടെയാണ്? ശരാശരി താപനില ബ്ലൂ ലൈനിലാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ ശരാശരി താപനില വന്നിട്ടുള്ളത്. ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 6.4 ജൂലൈയിലാണ് വരുന്നത്. അപ്പോൾ ജൂലൈ മാസമാണ് ഏറ്റവും കൂടുതൽ ശരാശരി താപനില. 6.4 ഡിഗ്രി സെൽഷ്യസ് ആണ് ജൂലൈ മാസത്തെ താപനില അനുഭവപ്പെട്ടിട്ടുള്ളത്. ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ താപനില 6.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ശരാശരി താപനില ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയ മാസം അതിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ക്ലിയർ ആണ്, ഫെബ്രുവരി മാസം തന്നെയാണ്. ഫെബ്രുവരിയിൽ -23.4 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ അല്ലേ? ഈ ഒരു ഡാറ്റ നമുക്ക് മനസ്സിലാക്കുമ്പോൾ തന്നെ, ഈ ഒരു ഡാറ്റ വിശകലനം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു സവിശേഷത, എങ്ങനെയാണ് കാലാവസ്ഥ വ്യത്യാസം, വർഷണം എങ്ങനെ ലഭിക്കുന്നു, ശരാശരി താപനില എത്രത്തോളം വരുന്നു എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അങ്ങനെ ഈ ഒരു പ്രദേശത്തെ ടണ്ട്ര മേഖലയിലെ കാലാവസ്ഥാ സവിശേഷതകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കാലാവസ്ഥാ മേഖലയോട് അനുയോജ്യമായി പോകത്തക്ക വിധത്തിലായിരിക്കും ഇവിടെയുള്ള സസ്യ ജന്തു ജാലങ്ങൾ, അതുപോലെ ജനജീവിതം എന്നൊക്കെ പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു പ്രദേശത്ത് വരുന്ന ജന്തുജാലങ്ങൾ, സസ്യജന്തു വൈവിധ്യം എന്നൊക്കെ നമുക്ക് നോക്കാം. വളരെ കുറഞ്ഞ അളവിൽ ലഭിക്കുന്ന സൂര്യപ്രകാശവും അതിശൈത്യവും മൂലം ഈ മേഖലയിൽ സസ്യജാലങ്ങൾ പൊതുവെ വിരളമാണ്. ഈ ഒരു പ്രദേശത്ത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു വളർച്ചാ കാലഘട്ടമൊന്നും അവിടെ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ അതിശൈത്യമായതുകൊണ്ട് തന്നെ ഇവ പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ് സസ്യജാലങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ പൊതുവെ സസ്യജാലങ്ങൾ വിരളമാണ്. ഇനി ജന്തു വൈവിധ്യത്തിലേക്ക് വരുമ്പോൾ ജന്തു വൈവിധ്യവും തീരെ കുറവാണ്. ടണ്ട്ര മേഖലയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ പ്രധാന സവിശേഷതകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടുത്തെ കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികൾ മൂലം ടണ്ട്ര മേഖലയിൽ സാധാരണഗതിയിൽ വൃക്ഷങ്ങൾ ഒന്നും തന്നെ കാണപ്പെടാറില്ല. ഈ ഒരു കാലാവസ്ഥ മഞ്ഞു മൂടിക്കിടക്കുന്ന അതിശൈത്യം നിറഞ്ഞ കാലാവസ്ഥയാണ്. സൂര്യപ്രകാശവും വളരെ വിരളമായി മാത്രം ലഭിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇവിടെ വൃക്ഷങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ ഉള്ളത് പായലുകൾ, ലൈക്കൻസ്, സെഡ്ജുകൾ, കുറ്റിച്ചെടികൾ എന്നിവയൊക്കെയാണ്. ലൈക്കൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ചെറിയ ചെറിയ രീതിയിലുള്ള സസ്യങ്ങൾ മാത്രമേ ഇവിടെ കാണപ്പെടുന്നുള്ളൂ. പായലുകൾ പോലെ, ലൈക്കണുകൾ പോലെ, സെഡ്ജുകൾ പോലെ, കുറ്റിച്ചെടികൾ പോലെയുള്ളവയാണ് ഇവിടുത്തെ പ്രധാന സസ്യവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. ഇതുകൂടാതെ കുള്ളൻ വില്ലോസ്,
ബിർച്ചസ് എന്നീ സസ്യങ്ങളും ഇവിടുത്തെ കാലാവസ്ഥയെ അതിജീവിച്ച് ചിലയിടങ്ങളിൽ വളരുന്നതായിട്ടും കാണാനായി സാധിക്കുന്നുണ്ട്. കുള്ളൻ വില്ലോസ്, ബിർച്ചസ് എന്നീ സസ്യങ്ങളെയും ചിലയിടങ്ങളിലായിട്ട് ഈ ഒരു ടണ്ട്ര മേഖലയിൽ കാണപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന തീരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ചില ഇനം കട്ടിയുള്ള പുല്ലുകൾ വളർന്ന് കാണപ്പെടാറുണ്ട്. ഇത്തരം മേച്ചിലിടങ്ങളെ മാത്രം ആശ്രയിച്ചാണ് റെയിൻഡീർ പോലെയുള്ള സസ്യഭോജികൾ ഇവിടെ അതിജീവനം സാധ്യമാക്കുന്നത്. അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള തീരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ചില ഇനം കട്ടിയുള്ള പുൽവർഗ്ഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇത്തരം മേച്ചിലിടങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് റെയിൻഡീർ പോലെയുള്ള സസ്യഭോജി ജീവിവർഗം ഇവിടെ കണ്ടുവരുന്നു, അതിജീവനം നടത്തി വരുന്നു എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള പുൽവർഗ സസ്യങ്ങൾ അവിടെ ചിലയിടങ്ങളിലായി കാണപ്പെടുന്നുണ്ട്. കുറ്റിച്ചെടികളും കണ്ടുവരുന്നു. കുള്ളൻ വില്ലോസ് ചില ഇടങ്ങളിലായി കണ്ടുവരുന്നു എന്നും നമ്മൾ പറഞ്ഞതാണ്. വർഷം മുഴുവൻ മൂടിക്കിടക്കുന്ന ടണ്ട്ര മേഖലയിലെ വേനൽക്കാലം വളരെ ഹ്രസ്വമാണ് എങ്കിലും വേനലിന്റെ വരവോടെ ഈ മേഖല കൂടുതൽ സജീവമാകുന്നു. വേനലിൽ മഞ്ഞുരുകുന്നതോടെ കുറ്റിച്ചെടികൾ കായ്ക്കാനും പുഷ്പിക്കാനും തുടങ്ങുന്നു. അങ്ങനെ വേനൽക്കാലം സജീവമാകുമ്പോൾ വേനൽക്കാലത്ത് ഇവിടെ ഉണ്ടാകുന്ന പ്രാണികളെ ഭക്ഷിക്കാൻ തെക്കുനിന്നും പക്ഷികൾ ടണ്ട്ര മേഖലയിലേക്ക് ദേശാടനം ചെയ്യാറുണ്ട്. ആർട്ടിക് കുറുക്കൻ, ചെന്നായ, ധ്രുവക്കരടി, കസ്തൂരിക്കാള, ആർട്ടിക് മുയൽ എന്നിവയാണ് ഇവിടെ കാണപ്പെടുന്ന മറ്റ് ജീവി വർഗങ്ങൾ. ധ്രുവക്കരടി, ആർട്ടിക് കുറുക്കൻ, ആർട്ടിക് മുയൽ, കസ്തൂരിക്കാള എന്നിവയാണ് ഈ ഒരു പ്രദേശത്ത് ടണ്ട്ര മേഖലയിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ജീവി വർഗം എന്ന് പറയുന്നത്. ഇവിടെ അതിശൈത്യമാണ്, മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശമാണ് എങ്കിൽ കൂടിയും വേനൽക്കാലം ഹ്രസ്വമായി അനുഭവപ്പെടാറുണ്ട്. ഈ ചെറു കാലയളവിലുള്ള വേനൽക്കാലത്തിനും വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്താണ്? വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ ടണ്ട്ര കാലാവസ്ഥയിൽ വേനൽക്കാലം ഹ്രസ്വമാണെങ്കിലും വേനൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? വേനലിൽ മഞ്ഞുരുകുമ്പോൾ കുറ്റിച്ചെടികൾ കായ്ക്കുകയും പുഷ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വേനൽ സജീവമാകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രാണികളെ ഭക്ഷിക്കുന്നതിനായിട്ട് തെക്ക് നിന്നും ദേശാടന പക്ഷികൾ ടണ്ട്ര മേഖലയിലേക്ക് എത്തുന്നു. അതുപോലെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ജീവിവർഗങ്ങളാണ് ആർട്ടിക് കുറുക്കൻ, ചെന്നായ, ധ്രുവക്കരടി, കസ്തൂരിക്കാള, ആർട്ടിക് മുയൽ എന്നിവയൊക്കെ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെയുള്ള സസ്യ ജന്തുജാലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ ഒരു മേഖലയിലെ ടണ്ട്ര മേഖലയിലെ ജനജീവിതം എങ്ങനെയാണ് വരുന്നത്? പൊതുവെ ഈ ഒരു മേഖലയിൽ ജനജീവിതം കുറവാണ്. കാരണം എന്താ? അവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. പൊതുവെ ജനവാസം കുറഞ്ഞ മേഖലയാണ് ടണ്ട്ര. ഇവിടുത്തെ മനുഷ്യജീവിതം മുഖ്യമായും തീരപ്രദേശങ്ങളിൽ മാത്രം പരിമിതപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പീഠഭൂമികളും പർവ്വതങ്ങളും സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്നതിനാൽ തീരെ അവയൊന്നും വാസയോഗ്യമല്ല. എന്നാൽ ചില നാടോടി ഗോത്രവർഗ്ഗങ്ങളാണ് ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ജനവിഭാഗങ്ങളായി കണക്കാക്കപ്പെടുന്നത്. പൊതുവെ ഈ ഒരു മേഖല കാലാവസ്ഥ കൊണ്ട് തന്നെ പ്രതികൂലമായ സാഹചര്യമാണ് ജീവി വർഗങ്ങൾക്ക് തന്നെ. അപ്പോൾ ജനജീവിതവും ദുസ്സഹമായിരിക്കും ഈ ഒരു കാലാവസ്ഥാ മേഖലയിൽ. അപ്പോൾ ഇത്തരത്തിൽ പൊതുവെ ജനവാസം കുറഞ്ഞ മേഖലയാണ് ടണ്ട്ര. ഇവിടെ ചില നാടോടി ഗോത്ര വർഗങ്ങളാണ് ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ജനവിഭാഗങ്ങൾ. അവ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഗ്രീൻലാൻഡ്, വടക്കൻ കാനഡ, അലാസ്ക എന്നീ പ്രദേശങ്ങളിൽ എസ്കിമോസ് അഥവാ ഇന്യൂട്ടുകൾ എന്നറിയപ്പെടുന്ന ജനവിഭാഗം താമസിക്കുന്നു. വടക്കൻ ഫിൻലാൻഡ്, സ്കാൻഡിനേവിയ പ്രദേശങ്ങളിൽ ലാപ്സ് എന്ന ജനവിഭാഗമാണ് ഉള്ളത്. സൈബീരിയയിൽ സമോയഡ്സ് എന്ന ജനവിഭാഗം, ലെന തടാകത്തിൽ യാക്കുട്സ് എന്ന ജനവിഭാഗം, വടക്ക് കിഴക്കൻ ഏഷ്യയിൽ കൊറിയാക്സ്, ചുക്ചി എന്നീ ജനവിഭാഗമാണ് താമസിച്ച് വരുന്നത്. ഗ്രീൻലാൻഡ്, വടക്കൻ കാനഡ, അലാസ്ക എന്നിവിടങ്ങളിൽ എസ്കിമോസ് അഥവാ ഇന്യൂട്ട്സ്, വടക്കൻ ഫിൻലാൻഡ്, സ്കാൻഡിനേവിയ എന്നിവിടങ്ങളിൽ ലാപ്സ്, സൈബീരിയയിൽ സെമോയഡ്സ്, ലെന തടാകം യാക്കുട്സ്, വടക്കു കിഴക്കൻ ഏഷ്യയിൽ കൊറിയാക്സ്, ചുക്ചി എന്നീ ജനവിഭാഗമാണ് താമസിച്ച് വരുന്നത്. ഇവിടങ്ങളിലെ ഈ പ്രദേശത്തെ ജനങ്ങൾ പൊതുവെ വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് പ്രധാന ഉപജീവന മാർഗമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ടണ്ട്രയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. തിമിംഗലങ്ങൾ, സീലുകൾ,
കാരിബു, വിവിധതരം മത്സ്യങ്ങൾ, പക്ഷികൾ, രോമമുള്ള മൃഗങ്ങൾ എന്നിവ അവർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ആവശ്യമായതെല്ലാം നൽകുന്നു. ഇവയുടെ എല്ലുകളും മറ്റും ആയുധങ്ങളാക്കി ഉപകരണങ്ങളായും പാത്രങ്ങളായും വരെ ഇക്കൂട്ടർ പ്രയോജനപ്പെടുത്താറുണ്ട്. ഗ്രീൻലാൻഡിലെ പോളാർ എസ്കിമോസ് തങ്ങളുടെ പൂർവികരുടേതിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ലാത്ത ഒരു പ്രാകൃത ജീവിത രീതിയാണ് നയിക്കുന്നത്. ശൈത്യകാലത്ത് ഇഗ്ലൂ എന്ന് വിളിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ഇവർ വേനൽക്കാലമാകുന്നതോടെ വേട്ടയ്ക്കായും മത്സ്യബന്ധനത്തിനായും മറ്റിടങ്ങളിലേക്ക് കുടിയേറുന്നു. അരുവികളുടെ തീരങ്ങളിൽ മൃഗങ്ങളുടെ തോലുകൊണ്ടുണ്ടാക്കിയ ടെന്റുകളിലാണ് ഇക്കാലയളവിൽ അവർ താമസിക്കാറ്. ഹിമക്കരടികളെ പോലും വേട്ടയാടി ഭക്ഷിക്കുന്ന എസ്കിമോകളും ഇവിടെ കാണുന്നുണ്ട്. ഒരു അലാസ്കൻ എസ്കിമോയുടെ പിക്ചറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ പരമ്പരാഗത രീതിയിൽ പ്രാകൃത ജീവിത രീതിയാണ് ഒരു തരത്തിലുള്ള പോളാർ എസ്കിമോകളുടെ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഈ ടണ്ട്ര മേഖലയിലെ ജനങ്ങൾ പൊതുവെ എന്താണ്, വേട്ടയാടലും അതുപോലെ മത്സ്യബന്ധനവും ഒക്കെ തന്നെയാണ് പ്രധാന ഉപജീവനമായിട്ട് മാറ്റിയിട്ടുള്ളത്. ഇവിടെയുള്ള ഈ ഒരു മേഖലയിൽ നിന്ന് ലഭിക്കുന്ന തിമിംഗലങ്ങൾ, സീലുകൾ, കാരിബു, വിവിധ തരം മത്സ്യങ്ങൾ, പക്ഷികൾ, രോമമുള്ള മൃഗങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു മേഖലയിലെ ജനങ്ങളുടെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും ആവശ്യമായ രീതിയിൽ ഉതകുന്നതാണ്. ഇതുകൂടാതെ ഇവയുടെയൊക്കെ എല്ലുകളും മറ്റുമൊക്കെ ആയുധങ്ങളായും അതുപോലെ ഉപകരണങ്ങളായും പാത്രങ്ങളായും ഒക്കെ ഇവർ പ്രയോജനപ്പെടുത്താറും ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശൈത്യകാലമാകുമ്പോൾ ഈ ഇവിടെയുള്ള ജനങ്ങൾ ഇഗ്ലൂ എന്ന് വിളിക്കുന്ന, നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇഗ്ലൂ നമുക്കറിയാം. അപ്പോൾ ഇഗ്ലൂ എന്ന് വിളിക്കുന്ന വീടുകളിൽ താമസിക്കുന്നു. എന്നാൽ വേനൽക്കാലമാകുമ്പോൾ ഇത് സംഭവിക്കും, മഞ്ഞുരുകുന്നു, കാലാവസ്ഥ മാറ്റം സംഭവിക്കുന്നു. ആ സമയത്ത് ഇവർ വേട്ടയ്ക്കും അതുപോലെ മത്സ്യബന്ധനത്തിനുമൊക്കെ മറ്റിടങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് അവർ അരുവികളുടെ തീരങ്ങളിൽ ഇവിടെ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ കളക്ട് ചെയ്തിട്ടുള്ള മൃഗങ്ങളുടെ തോലുകൾ കൊണ്ട് ടെന്റുകൾ ഉണ്ടാക്കി ആ ഒരു കാലയളവിൽ അവരവിടെ താമസിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ലഭിക്കുന്ന ഈ ഒരു ടണ്ട്ര മേഖലയിൽ കാണപ്പെടുന്ന ഹിമക്കരടികളെ പോലും ചില എസ്കിമോകൾ വേട്ടയാടി ഭക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇത്തരത്തിൽ ജീവിക്കുന്ന, പ്രാകൃത രീതിയിൽ ജീവിക്കുന്ന ഇവർ ഇപ്പോഴും അതുപോലെ തുടരുകയല്ല. പിന്നീടുള്ള ഒരുപാട് കാലത്തിന് ശേഷം കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ യൂറോപ്യന്മാരുടെ സമ്പർക്കത്തിലൂടെ എസ്കിമോകളുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവ എന്തൊക്കെയാന്ന് വെച്ചാൽ, തീരദേശ ഗ്രാമങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടുകളിലാണ് ഇപ്പോൾ എസ്കിമോകൾ താമസിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടുകളുണ്ട്. കയാക്കുകൾ എന്ന് വിളിക്കുന്ന മത്സ്യബന്ധന തുഴവഞ്ചികൾക്ക് പകരമായി ഇവർ മത്സ്യബന്ധനത്തിന് സ്പീഡ് ബോട്ടുകൾ ഇന്ന് ഉപയോഗിച്ചു വരുന്നുണ്ട്. അത്തരത്തിലൊരു പുരോഗമന പാത ഇന്ന് അവർക്ക് ലഭ്യമാണ്. രോമമുള്ള മൃഗങ്ങളെ അവർ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നൽകിയിട്ടുള്ളത് അലാസ്കൻ എസ്കിമോയുടെ പിക്ചറാണ്. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യത്യസ്തത നമുക്ക് കാണാം. വടക്കു കിഴക്കൻ ഏഷ്യയിലെ കോറിയാസ് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണിത്. സൈബീരിയയിലെ സമോയഡ്സ് എന്ന ജനവിഭാഗമാണ് ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഇവരുടെ ജനജീവിതത്തിൽ യൂറോപ്യന്മാരുടെ ആഗമനത്തോടെ ചില മാറ്റങ്ങളൊക്കെ വന്നു. ആധുനിക രീതിയിലുള്ള മുന്നേറ്റങ്ങളാണ് ഇവിടെ കാണാനായി സാധിക്കുന്നത്. അവരുടെ വീടുകൾ ആധുനിക സൗകര്യങ്ങളോടുകൂടി മാറി. അതുപോലെ കയാക്കുകൾക്ക് പകരം അവർ സ്പീഡ് ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി ഉപയോഗിച്ചു വരുന്നു. രോമമുള്ള മൃഗങ്ങളെ അവർ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താനായിട്ടും തുടങ്ങി എന്നുള്ളതാണ്. കാനഡയിലെയും അലാസ്കയിലെയും ടണ്ട്ര മേഖലയിലെ പലയിടങ്ങളിലും എസ്കിമോകളുടെ കുട്ടികളെ ആധുനിക ജീവിത രീതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പ്രാപ്തരാക്കുന്നതിനായി സ്കൂളുകളും ഇന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. യുറേഷ്യൻ ടണ്ട്ര മേഖലയിലെ മിക്ക ഗോത്രവർഗങ്ങളും മേച്ചിൽപ്പുറങ്ങൾ തേടി റെയിൻഡിയർ കൂട്ടങ്ങളുമായി നാടോടി ഇടയ ജീവിതം നയിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ ഒരു വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ, യുറേഷ്യൻ ടണ്ട്രയിലെ മിക്ക ഗോത്രവർഗങ്ങളും മേച്ചിൽ പുറങ്ങൾ തേടി റെയിൻഡിയർ കൂട്ടങ്ങളുമായി നാടോടി ഇടയ ജീവിതം നയിക്കുന്നവരാണ്. സൈബീരിയൻ ടണ്ട്രയിൽ രോമത്തിനായി റെയിൻഡിയർ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നതിനായി ധാരാളം വിശാല ഫാമുകളും ഇന്ന് കാണാനായി സാധിക്കും. സൈബീരിയൻ ടണ്ട്രയിൽ രോമത്തിനായി റെയിൻഡിയർ
ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ അവർ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നു. അതിനായുള്ള ധാരാളം വലിയ ഫാമുകളും നമുക്കിവിടെ കാണാനായി സാധിക്കും. ഇതാണ് സൈബീരിയയിലെ ഒരു റെയിൻഡിയർ ഫാം എന്ന് പറയുന്നത്. രോമങ്ങളുടെ ആവശ്യത്തിനായിട്ട് ഇവരെ ഫാം അടിസ്ഥാനത്തിൽ വളർത്തി വരികയാണ് ചെയ്യുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് വളർത്തുന്നു. ടണ്ട്ര മേഖലയിലെ ധാതു ഖനനം നിരവധി പുതിയ വാസയിടങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായി. ടണ്ട്ര മേഖലയുടെ തെക്ക് ഭാഗത്ത് അനുകൂല കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ചില ഇടങ്ങളിൽ കുറഞ്ഞ കാലയളവ് കൊണ്ട് പാകമാകുന്ന ധാന്യങ്ങളും കൃഷി ചെയ്ത് വരാറുണ്ട്. ടണ്ട്രയിലെ ഒരു ആധുനിക കൃഷി രീതിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ടണ്ട്ര മേഖലയിൽ ധാരാളം ധാതു ഖനനമുണ്ട്. അതുപോലെ തന്നെ എന്താണ് ധാതു ഖനനം? വാസയിടങ്ങൾ രൂപപ്പെടുന്നതിന് സഹായകമാകുകയും ചെയ്തു. ടണ്ട്ര മേഖലയുടെ തെക്ക് ഭാഗത്ത് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ചില ഭാഗത്ത് കുറഞ്ഞ കാലയളവ് കൊണ്ട് പാകമാകുന്ന, കാരണം അവിടെ സൂര്യപ്രകാശം അങ്ങനെ മാത്രമല്ലേ ലഭ്യമാകുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ കുറഞ്ഞ കാലയളവ് കൊണ്ട് പാകമാകുന്ന തരത്തിലുള്ള ധാന്യങ്ങളും കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഇനി ഇവിടെ നൽകിയിട്ടുള്ളത് ഇഗ്ലൂ അതുപോലെ ഡോഗ് സ്ലെഡ്ജ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആ ഒരു മേഖലയിൽ ടണ്ട്ര മേഖലയിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേകതകളാണ് ഇഗ്ലൂ അതുപോലെ ഡോഗ് സ്ലെഡ്ജ്. എന്താണ് ഇഗ്ലൂ? ഇഗ്ലൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ടണ്ട്ര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന എസ്കിമോകൾ മഞ്ഞുകട്ടകൾ വെട്ടിയെടുത്ത് അടിത്തട്ട് വൃത്താകൃതിയിലും മുകൾ ഭാഗം മകുടത്തിന്റെ ആകൃതിയിലും നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക വാസ ഇടങ്ങളാണ് ഇഗ്ലുകൾ. ഇതാണ് ഇഗ്ലുകൾ. ഇനി ഡോഗ് സ്ലെഡ്ജ് എന്താണ്? ഗതാഗതത്തിനായി മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്ന പ്രത്യേകതരം വണ്ടികൾ ടണ്ട്ര പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. നായ്ക്കൾ വലിച്ചു കൊണ്ടുപോകുന്ന ഇവയെ സ്ലെഡ്ജുകൾ എന്ന് വിളിക്കുന്നു. ഗതാഗതത്തിനായിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത്. മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്ന തരം, ആ ഒരു കാലാവസ്ഥയിൽ ഉപയോഗിക്കത്തക്ക വിധം, ആ ഒരു മേഖലയിൽ ഉപയോഗത്തക്ക വിധം ആണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്ന പ്രത്യേകതരം വണ്ടികളാണ് ടണ്ട്ര പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഉപയോഗിച്ച് വരാറുണ്ട്. നായ്ക്കൾ വലിച്ചു കൊണ്ടുപോകുന്ന ഇവയെയാണ് ഡോഗ് സ്ലെഡ്ജ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടുത്തെ ഒരു കാലാവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ടണ്ട്രയും കാലാവസ്ഥ വ്യതിയാനവും, ഈ മേഖലയിലെ കാലാവസ്ഥ വ്യതിയാനം എന്താണ്? ആഗോളതലത്തിൽ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് എങ്ങനെയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയതാണ്. കാലാവസ്ഥാ വ്യതിയാനം സാരമായി ബാധിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് ടണ്ട്ര മേഖല എന്ന് പറയുന്നത്. ആഗോളതാപനത്തിന്റെ ഫലമായിട്ട് ടണ്ട്ര മേഖലയിലെ ഐസ് പാളികൾ പെർമാഫ്രോസ്റ്റ് ഗണ്യമായ തോതിൽ ഉരുകുകയാണ് ചെയ്യുന്നത്. ഇത് എന്ത് സംഭവിക്കും? ഇവിടുത്തെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെയും പാരിസ്ഥിതിക സന്തുലനത്തെയും പ്രതികൂലമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. ആഗോളതാപനം ആഗോളതലത്തിൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനം പ്രതികൂലമായി തന്നെ ബാധിക്കുന്ന സാഹചര്യത്തിൽ ഇത് നന്നേ ബാധിക്കുന്ന ഒരു പ്രദേശമാണ് ടണ്ട്ര മേഖലയിലെ മഞ്ഞ് ക്രമാതീതമായി ഉരുകുകയാണ് ചെയ്യുന്നത്. പെർമാഫ്രോസ്റ്റ് ഐസ് പാളികൾ, ഈ മേഖലയിലെ ടണ്ട്ര മേഖലയിലെ ഐസ് പാളികൾ മഞ്ഞ് ഗണ്യമായ തോതിൽ ഉരുകുന്നു. ഇവിടുത്തെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെയും പാരിസ്ഥിതിക സന്തുലനത്തെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്. അങ്ങനെ നമ്മൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയെക്കുറിച്ചും ഏറെ വ്യത്യസ്തമായ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ടണ്ട്രയെക്കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. വർഷം മുഴുവൻ ഉയർന്ന താപനില ലഭിക്കുന്ന ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെയും അതിതീവ്ര ശൈത്യം അനുഭവപ്പെടുന്ന ടണ്ട്ര കാലാവസ്ഥാ മേഖലയുടെയും സവിശേഷതകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്ന് വന്ന് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. ഇവയിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടാണ് നാം ഇന്ന് ജീവിക്കുന്ന പ്രദേശം, അല്ലേ? അപ്പോൾ എത്രത്തോളം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഏറെ വ്യത്യസ്തമാണ്. നമ്മുടെ ഭൂമിയിലെ തന്നെ 2 പ്രദേശങ്ങളിൽ കാലാവസ്ഥ എന്തുമാത്രം വ്യത്യസ്തമായാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ വൈവിധ്യങ്ങളോട് അനുരൂപണം സാധ്യമാക്കി ഓരോ പ്രദേശങ്ങളിലും അതിജീവിക്കുന്ന സസ്യജന്തുജാലങ്ങളെയും മനുഷ്യരെയും ഒക്കെ നമ്മളിപ്പോൾ കണ്ടു. ഈ വൈവിധ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പരിസ്ഥിതിയോട് താതാത്മ്യം പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. അങ്ങനെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ 2 പ്രധാനപ്പെട്ട കാലാവസ്ഥാ മേഖലകളും അവയുടെ സവിശേഷതകളും അവയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ജന്തുജീവജാലങ്ങളുടെ വളർച്ചയെക്കുറിച്ചും ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചു.
അതുമാത്രമല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു മേഖലയിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമാണ് അവ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അങ്ങനെ നമ്മൾ ഇതോടെ നമ്മുടെ ജോഗ്രഫി സെഷൻ പൂർത്തിയാക്കുകയാണ്. നമ്മൾ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുന്നതോടെ നമ്മുടെ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയി, അതുപോലെ തന്നെ ജോഗ്രഫി വിഭാഗവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഹിസ്റ്ററി വിഭാഗത്തിൽ സിലബസിൽ ഉൾപ്പെടുന്നില്ല എന്ന് പരാമർശിച്ചിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ജോഗ്രഫി സെഷനും അങ്ങനെ ഇതോടെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ന്യൂ എസ്റ്റാറ്റി സെഷൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പൂർത്തിയാക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി. ഇനി നമ്മൾ പൊളിറ്റിയിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് ഓരോ ക്ലാസ്സിലും നമുക്ക് പുതിയ കുട്ടികൾ വരുന്നുണ്ട് എന്നുള്ള അറിവ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കുട്ടികൾക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂ SRT ക്ലാസ് നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായി ഫോളോ ചെയ്യുക. നമ്മൾ ഇനിയും ചാപ്റ്റേഴ്സ് എടുത്തുകൊണ്ട് ഓരോ ദിവസവും കുറച്ചായി പഠിച്ച് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. പുതിയ വർഷമാണ്, നല്ല രീതിയിലൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി എല്ലാവരും നന്നായി പരിശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.